അപ്പൊ തുടങ്ങാല്ലേ? ന്യൂസ് മലയാളം പ്രതിനിധിയെ ആക്ഷേപിച്ച് ബി.ജെ.പി. നേതാവ് പി.സി. ജോർജ്. വയലാർ വിശ്വനാഥൻ പടവാൾ പത്രത്തിന്റെ എഡിറ്റർ കം റിപ്പോർട്ടർ കം ഫോട്ടോഗ്രാഫർ ഓൾ ഇൻ ആൾ. നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലടാ പോയി. നീ മറ്റേ പണിയും കൊണ്ട് ഇറങ്ങിയിരിക്കുക എൻ്റെ അടുത്തോട്ട്. നീ വേറെ പല പണിയും നോക്ക് പോയി. കഴിഞ്ഞ തവണ മത്സര രംഗത്ത് സജീവമായി ഇടപെടുകയും പക്ഷെ അതിന് ഒരു പ്രതിസന്ധി ഉണ്ടാകുകയും ചെയ്തു. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു സമുദായം എതിരായി നിന്നു എന്നുള്ളതാണ്. അത് ഒരു വൈകാരികമായ ഒരു പശ്ചാത്തലം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അന്നുള്ള പശ്ചാത്തലം എങ്ങനെയാണ് ഇപ്പോൾ കാണുന്നത്? ഹിന്ദു ക്രിസ്ത്യൻ പെമ്പിള്ളേർക്ക് ഒരുമാതിരി കണ്ടോ കൊള്ളാമെന്ന് പറഞ്ഞ് വോട്ട് നടക്കാൻ അന്നേരം ഇവന്മാർ വന്ന് വീട് പണിയൊന്നും ഇല്ലടാ പോയി. നീ മറ്റേ പണിയും കൊണ്ട് ഇറങ്ങിയിരിക്കുക എൻ്റെ അടുത്തോട്ട്. നീ വേറെ പല പണിയും നോക്ക് പോയി. മനസ്സിലായില്ലേ? ഞാൻ ജയിക്കുന്ന MLA തന്നെ, ഒരു സംശയം വേണ്ട. ചോര കണ്ട അറപ്പ് മാറിയവനാ ഞാൻ. സെൻട്രൽ ജയില് എനിക്ക് ചിൽഡ്രൻസ് പാർക്ക് പോലെയാ. മുസ്ലിം അല്ല, മുജിരി അങ്ങനെ പറയുന്നത്. പെൺകുട്ടികളെ ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. ആ കുട്ടികളെല്ലാം കൂടി ഒരു കൊല്ലത്തിനകം 5000 മുസ്ലിം കുഞ്ഞുങ്ങളെ പ്രസവിക്കും. പ്രസവിക്കട്ടെ. ഓരോരോ പ്രായത്തിൽ ഓരോരോ തെറ്റുകൾ ഏത് മക്കളും ചെയ്യും. ഞാനങ്ങനെ അറിയാതെ വല്ല തെറ്റും ചെയ്തു പോയിട്ടുണ്ട്. അമ്മ എന്നോട് ക്ഷമിക്കും. ഊളത്തരമെന്ന് എന്നോട് ചോദിക്കരുത്. ഞാൻ പറഞ്ഞു അങ്ങനെ ഊളത്തരല്ല. അത് ഊളത്തരാണ്. അതെങ്ങനെയാണ്? 10 കൊല്ലം കൊണ്ട് കേരളം ഞങ്ങളുടെ രാജ്യമാക്കി മാറ്റും. മതിയോ? എനിക്ക് മുസ്ലിം രാജ്യം പിടിക്കുന്നതിന് യാതൊരു വിരോധമില്ലായിരുന്നു. പക്ഷേ ഇവരെവിടെ വളരെ സ്നേഹത്തോടെ വൃത്തികെട്ട ചോദ്യം ചോദിക്കാൻ പാടില്ല. മനസ്സിലായോ? വളരെ വ്യക്തികളുടെ അഭിപ്രായം പറഞ്ഞു. ഒന്നും വിചാരിക്കരുത്. ചിറ്റയുടെ മോന്, ചിറ്റയുടെ മോൻ. 3 തുപ്പ്. അത് ഒരു മൗലവി പറഞ്ഞത്, മൗലവി ഇതിനകത്തുണ്ട്, നമുക്ക് സോഷ്യൽ മീഡിയ കാണാം. ഇത് അത്രയാണ് ഈ തുപ്പുന്നു. അവിടെ ഒരു ഒടുക്കത്തെ അപ്പുറം. അഭിപ്രായം താങ്കൾ പറഞ്ഞില്ലേ? അത് അന്ന് അങ്ങനെ പലതും പറയട്ടെ. ഞാൻ ഉണ്ടാകുന്നതിനും പറഞ്ഞ കാര്യം ഇപ്പൊ എടുത്തോണ്ട് അതല്ല ചോദിച്ചത്. താങ്കൾ ഇത് ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു മാധ്യമത്തോട് നോക്കണോ? അല്ല, ഈ അവന്റെ തന്തയുടെ മാനസികാരാവശ്യത്തിലാന്ന് പറയിച്ച വൃത്തികെട്ടവരുടെ വീട്ടിൽ കരഞ്ഞോണ്ട് വന്നിട്ട് ആൾ എന്നോട് പറഞ്ഞു, സത്യം ഞാൻ പറയുമ്പോ എന്നെ മാനസിക രോഗിന്ന് വെച്ച് അവനെ 16 തന്തകി ജനിച്ചവനാണെന്ന് ഞാൻ പറഞ്ഞെന്ന് വേണു അവനോടൊന്ന് പറഞ്ഞേക്കണം. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല. ഇവൻ ഇതൊക്കെ ഈ എന്താ അനാവശ്യമായ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. താങ്കളത് അങ്ങനെ വൃത്തികൾ പറയാൻ പാടില്ല. നോക്കി പേടിപ്പിക്കുന്നോ? അങ്ങനെ ചോദിച്ചിട്ടില്ല. അനാവശ്യമായി നീ ഇവിടെ വന്നേ നല്ല ഉദ്ദേശത്തോടെ അല്ല. നീ നല്ല ഉദ്ദേശം വന്നാണെങ്കിൽ ഇങ്ങനെ വൃത്തിയുടെ ചോദ്യം ചോദിക്കില്ല. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? നീ പറഞ്ഞു പോകാൻ പറഞ്ഞു. എനിക്ക് ഇഷ്ടമില്ല. നീ നാട്ടുകാരെ പൊട്ടം കളിപ്പിക്കല്ല. അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ. നിങ്ങളുടെ വിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ എനിക്ക് മനസ്സിലായില്ല. ലോകം മുഴുവൻ മറന്നു കിടക്കുന്ന ഒരു കാര്യം നീ ഉടനെ നോക്കി എടുത്തോണ്ട് നിനക്കെന്താ? കഴിഞ്ഞ ദിവസം താങ്കൾ ഹിന്ദു മഹാസമ്മേളനത്തിന് ഹോളിൽ നിന്ന് നടത്തിയ പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ ഞാൻ മുസ്ലിം തീവ്രവാദികൾ വോട്ട് എനിക്ക് വേണ്ട. മനസ്സിലായോ? പിണറായി വിജയൻ്റെ ഈ തീവ്രവാദ മുസ്ലിങ്ങൾക്കുള്ള റംസാൻ സമ്മാനമാണ് എൻ്റെ അറസ്റ്റും ഈ പ്രകടനവും. ഈ നാട്ടിൽ മത്തായിച്ചിന്റെ വില എന്താണെന്ന് 8 രൂപ 50 പൈസ. എന്താ? ഇവിടെ കരിക്കിന്റെ വില പറഞ്ഞതാ.